എറണാകുളത്ത് വൻ കഞ്ചാവ് വേട്ട. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 56 കിലോ കഞ്ചാവ് പിടികൂടി. ടാറ്റാ നഗർ എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. റെയിൽവേയുടെ ഒരു താൽക്കാലിക ജീവനക്കാരനെയും 2 മലയാളികളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. വൻ കഞ്ചാവ് വേട്ടയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 1ഉം 2ഉമല്ല 56 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ടാറ്റാ നഗർ എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. എറണാകുളത്ത് നിന്നും ആരംഭിക്കുന്ന ട്രെയിനാണ് ടാറ്റാ നഗർ എക്സ്പ്രസ്. അപ്പോൾ റെയിൽവേയുടെ ഈ സംഭവത്തിൽ റെയിൽവേയുടെ ഒരു താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിലായിട്ടുണ്ട്. ഒപ്പം 2 മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട്. എത്രത്തോളമുണ്ട് ഈ റെയിൽവേ താൽക്കാലിക ജീവനക്കാരൻ്റെ പങ്ക്? 2 മലയാളികൾ ഇതിലൊരു കണ്ണി മാത്രമാണോ? 56 കിലോ കഞ്ചാവ് എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം വലുതാണ്. ഇതിന് മുകളിലേക്ക് മറ്റ് കണ്ണികൾ ഉണ്ടാകുമെന്നുള്ളതിൽ തീർച്ചയാണ്, അതിൽ സംശയമേതുമില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആര് ഇവർക്ക് ഈ 56 കിലോ കഞ്ചാവ് എത്തിച്ചു, അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് പോകുന്നു, ഇത് ആർക്ക് വേണ്ടി, ഇത് ഏതൊക്കെ ശൃംഖലകളിലേക്ക് കൊടുക്കാനുള്ള വസ്തുവാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം തീർച്ചയായും ഉണ്ടാകും. അതിനെ സംബന്ധിച്ച് ഈ ലഹരിക്കടത്ത് നിയന്ത്രിക്കാനായുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 56 കിലോ കഞ്ചാവാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത്. അതൊരു വൻ ലഹരി വേട്ട തന്നെയാണ്. ടാറ്റാ നഗർ എക്സ്പ്രസിൽ നിന്ന് എറണാകുളത്ത് നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ ടാറ്റാ നഗർ എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. നിലവിൽ റെയിൽവേയുടെ ഒരു താൽക്കാലിക ജീവനക്കാരനെയും 2 മലയാളികളെയുമാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.